ഈ വീഡിയോയിൽ നമുക്ക് ഒരു ടെന്നീസ് ബോൾ 3Dയിൽ എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. കാരണം നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. ഇതുപോലെ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ന്യൂ എടുക്കാം, ജനറൽ. ഓക്കെ, അതെടുത്തതിന് ശേഷം നമുക്ക് ആദ്യമുള്ള ഈ സ്ക്വയർ നമുക്ക് എക്സ് ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. എക്സ്, ഓക്കെ. എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ മറത്താം. മെഷിൽ അതിൽ UV സ്പിയർ ഉണ്ടാവും. അത് നമുക്ക് എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അതിന് നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഷെയ്ഡർ സ്മൂത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് സെലക്ട് ചെയ്തിട്ട് തന്നെ ആഡ് മോഡിഫയർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ കുറച്ച് സബ് ഡിവിഷൻ സർഫേസ് ഉണ്ടാവും, അത് ഓക്കെ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം ഈ വ്യൂ എടുക്കാം. അതിന് നമ്പർ പാഡിൽ ഓക്കെ നമ്പർ 1 അമർത്തുക, കൺട്രോൾ 1 അമർത്താം, ഫ്രണ്ട് വ്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എക്സ്റേ വ്യൂ എടുത്തിട്ട് ടാബ് അമർത്തിയിട്ട് അപ്പോൾ എഡിറ്റ് മോഡിൽ പോകും. എഡിറ്റ് മോഡിൽ നമുക്ക് നമ്പർ 3 അമർത്താം. 3 അമർത്തുമ്പോൾ ഫേസ് സെലക്ഷൻ വരും. എന്നിട്ട് നമുക്ക് ഹാഫ് ബോഡി സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹാഫ് ബോഡി സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ആയതിനു ശേഷം പി അമർത്താം. പി അമർത്തിയിട്ട് സെലക്ഷൻ സെപ്പറേറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആ ബോഡി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒബ്ജക്ട് പ്രോപ്പർട്ടിയിൽ പോയിട്ട് ഒബ്ജക്ട് പ്രോപ്പർട്ടി ഇതവിടെ സ്ക്വയർ ആയിട്ടുള്ള ചിഹ്നത്തിലായിരിക്കും. അതിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടാവും. എക്സ് ഡയറക്ഷനിൽ 90 ഡിഗ്രി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് 90 ഡിഗ്രി ആയിട്ട് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നേരെ നമുക്ക് നമുക്ക് ടാബ് എടുത്തിട്ട് ഒബ്ജക്ട് മോഡിൽ പോയതിനു ശേഷം മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് നമുക്ക് ജോയിൻ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അമർത്തിയാലും ജോയിൻ്റ് ആയിട്ടുണ്ടാവും. ഇനി അഗൈൻ നമുക്ക് ടാബ് അമർത്തിയിട്ട് എഡിറ്റ് മോഡിൽ പോയിട്ട് മൊത്തത്തിലേക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അമർത്താം. അമർത്തുമ്പോൾ നമുക്ക് മെർജ് ബൈ ഡിസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, മെർജ് ബൈ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് എവിടെയും ക്ലിക്ക് കൊടുത്താൽ സെലക്ഷൻ മൊത്തത്തിലുള്ള സെലക്ഷൻ കളഞ്ഞിട്ട് നമുക്ക് ഒരു ലൈൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫേസ് സെലക്ഷനിലായിട്ടാണ്. അത് നമുക്ക് നമ്പർ 2 അമർത്തുമ്പോൾ എഡ്ജ് സെലക്ഷൻ വരും. എഡ്ജ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ മാത്രം സെലക്ട് ആയിട്ടുണ്ട്. ഷിഫ്റ്റ് പ്ലസ് ആൾട്ട് പ്ലസ് പിന്നെ അഗൈൻ ആ ലൈൻ ഒന്നും കൂടി അമർത്തുമ്പോൾ മൊത്തത്തിൽ ആ ലൈൻ സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് കൺട്രോൾ B അമർത്തിയാൽ ബെവൽ എന്ന ഓപ്ഷൻ വരും. ബെവൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇതാക്കാനുള്ളതാണ്. ഓക്കെ, സ്മൂത്ത് സർഫേസ് ആക്കാൻ. ഓക്കെ, ബെവൽ അമർത്തി. ഇനി നമുക്ക് അമർത്തിയിട്ട് എക്സ്ട്രൂഡ് ആക്കാം. ഇൻസൈഡിലേക്കാണ് എക്സ്ട്രൂഡ് ആക്കുന്നത്. പിന്നെ സ്കെയിൽ അമർത്തിയിട്ട് അഗൈൻ ഇൻസൈഡ്. ഓക്കെ, കുറച്ച് മതി. സ്കെയിലും കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് മെറ്റീരിയൽ ആഡ് ചെയ്യണം. മെറ്റീരിയൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഏറ്റവും അടിയിൽ മെറ്റീരിയൽ പ്രോപ്പർട്ടി വന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് ന്യൂ കൊടുക്കാം. ന്യൂ കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ അത് വരും. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഈ ടെന്നീസ് ബോളിൻ്റെ ഈ ലൈൻ പറയാൻ വൈറ്റ് കളർ അയക്കാം. അത് നമുക്ക് വൈറ്റ് കളറിൻ്റെ വെച്ചിട്ട് ഇവിടെ തന്നെ ബേസ് കളർ അത് വൈറ്റ് തന്നെയാണ്. അസൈൻ കൊടുക്കാം. അസൈൻ കൊടുത്തതിന് ശേഷം കൺട്രോൾ I അമർത്താം. സെലക്ഷൻ ഇൻവേർട്ട് ആണ്. ആ ലൈനായിരുന്നു സെലക്ട് ആയത്. ഇപ്പോൾ കൺട്രോൾ I അമർത്തുമ്പോൾ മൊത്തത്തിൽ ബാക്കിയുള്ളതൊക്കെ സെലക്ട് ആയിട്ടുണ്ടാവും. എന്നിട്ട് അഗൈൻ നമുക്ക് ന്യൂ മെറ്റീരിയൽ കൊടുത്തിട്ട് ന്യൂ കൊടുത്തിട്ട് അതിൻ്റെ ബേസ് കളർ നമുക്ക് ടെന്നീസ് ബോളിൻ്റെ ഏതാ കളർ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു കിളിപ്പറ്റ പോലത്തെ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അസൈൻ കൊടുത്തതിന് ശേഷം ഈ മെറ്റീരിയലിനെ ഒന്ന് ടോപ്പിക്കാക്കാം. ടോപ്പിക്കായിട്ട് ഇനി ഇതിൻ്റെ കളർ മെറ്റീരിയലൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഒബ്ജക്റ്റ് ഡാറ്റ പ്രോപ്പർട്ടിയിൽ ഇപ്പം ഇത് ട്രയാങ്കിൾ ആയിട്ടുള്ളൊരു ഇതാണ് അതിൻ്റെ ഓപ്ഷൻ. ഒരു പ്രോപ്പർട്ടിൻ്റെ തൊട്ട് മേലെ തന്നെ ഒബ്ജക്റ്റ് ഡാറ്റ. അതിൽ നമുക്ക് പ്ലസ് സിമ്പിൾ ഉണ്ടാവും. ഫസ്റ്റ് വെർട്ടെക്സ് ഗ്രൂപ്പ് ആക്കണത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് പറയാം. ഇതിൽ ലാസ്റ്റ് ഒരു ഇതിൻ്റെ ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫസ്റ്റത്തെ സാധനം അസൈൻ കൊടുക്കാം. ഇനി അഗൈൻ കൺട്രോൾ I അമർത്തി ട്വിസ്റ്റ് ആക്കാം. അത് നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് മാത്രം സെലക്ട് ആയിരുന്നു, ബാക്കിയൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ചെയ്യാൻ പോകുന്ന ഒരു ഇതിൽ മെത്തേഡിൽ അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് താഴ്ത്തിക്കാക്കാം. ഓക്കെ, ഇനി നമുക്ക് റെൻഡർ വ്യൂയിൽ പോകുമ്പോൾ നമുക്കിപ്പോൾ കളർ എക്സ്റേ വ്യൂ മാറ്റിയിട്ട് ഒബ്ജക്റ്റ് മോഡിൽ ഓക്കെ എഡിറ്റ് മോഡിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഒരു പച്ച കളറുള്ള ബോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്ക് ടെന്നീസ് ആക്കണമല്ലോ. ബ്ലെൻഡർ എന്ന് പറഞ്ഞ ഒരു 3D റിയലിസ്റ്റിക് ആയിട്ടൊക്കെ കാണട്ടെ. ഇതിപ്പോൾ നമുക്ക് എന്തിനു വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സോൾഡ് വർക്കിൽ വേണമെങ്കിൽ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ
ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതിൽ ഹെയർ കൊടുക്കണം. നമുക്ക് ഗ്രാസി ഇതുപോലെയുള്ളത് വേണം. ആ റെൻഡർ വ്യൂ നമ്മൾ നേരെ നമുക്ക് നേരെ ഇനി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പാർട്ടിക്കൽ പ്രോപ്പർട്ടി. എൻ്റെ ഒരു പഴയൊരു വീഡിയോ ഉണ്ട്, ഹൗ ടു മേക്ക്. നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചൊരു ഗ്രാസ് ക്രിയേറ്റ്, അതേ സാധനം തന്നെ പ്ലസ് അമർത്താം. ഗ്രാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹെയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഹെയർ ഇവിടെ വന്നിട്ടുണ്ടോ കണ്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്വാണ്ടിറ്റി കൊടുക്കാം. നമ്പേഴ്സ് ഞാനൊരു 50,000 കൊടുക്കുന്നുണ്ട്, 15,000. ഓക്കെ, നമുക്കിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ലെങ്ത് വന്നിട്ട് 0.01 mm. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെ കാണുന്നു. ഇപ്പോൾ ഇതുപോലെ മുട്ട എടുത്തിട്ട് തിരി വന്ന പോലെ ഉണ്ടാവും. അത് നമുക്ക് ഇനിയുണ്ട് മെത്തേഡ്. ഓക്കെ, നിങ്ങൾക്ക് അഡ്വാൻസ് ഇവിടെ ക്ലിക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഫിസിക്സ് എന്നൊരു ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമുക്ക് ബ്രൗണിങ് എന്നൊരു ഓപ്ഷനിൽ, ബ്രൗണിങ് എന്ന് പറയാൻ കുറച്ച് ബ്രാഞ്ചസ് ഒത്തിരി കൂടും, അതാണ് തോന്നുന്നത്, കുറേ തോന്നിക്കും. നമ്മൾ ഒരു സാധനം തന്നെ പല ഇതുപോലെ, അതിനാണ് ബ്രൗണിങ്. ബ്രൗണിങ്ങിൽ നമുക്ക് 0.005 ചെറിയ വാല്യൂ എടുത്താൽ എന്തുപോലെ നിറയും കിടന്നിട്ട്. ഈ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെ ഇരിക്കില്ലേ, അതിനാണ് 0.05 കൊടുക്കാൻ നോക്കാം. കണ്ടോ, ഇതേപോലെ അങ്ങനെ ഇരിക്കും. അത് നോക്കാം, അത് വേണ്ട, 0.02 കൊടുക്കാം. തൽക്കാലം തീരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഇതിൻ്റെ കുറച്ചും കൂടി തിക്ക് വേണം. തിക്കിന് വേണ്ടി നമുക്ക് ചിൽഡ്രൻ ആണെന്ന് നമുക്കറിയില്ല, ഇതിന് കുട്ടികളുണ്ട്, അതിനെ മാറ്റി ഇന്റർപോളേറ്റഡ്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രാഞ്ചിൽ തന്നെ പോലെ നമ്മുടെ തൂവൽ പോലെ തോന്നിക്കും, അതിന് വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് മൊത്തത്തിൽ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ആ നമ്മുടെ തൂവലല്ല, ആ ഗ്രാസ് പോലെയുള്ള മൊത്തത്തിലായിട്ടുണ്ട്. ഈ വൈറ്റ് കളർ നമുക്ക് കാണുന്നില്ല. അപ്പം നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ആക്കിയതിൻ്റെയാണ് വെർട്ടെക്സ് ഗ്രൂപ്പ് കണ്ട. അതിൽ നമുക്ക് ഡെൻസിറ്റി എന്നുള്ളതിന് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെന്നീസ് ബോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഒരു മെത്തേഡ്. ഇനിയും വേറെ മെത്തേഡിലും നമുക്ക് ടെന്നീസ് ബോൾ ക്രിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പുതിയ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കായാലും വേറെ കാണുന്നവർക്കായാലും വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അവർക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു.